എല്ലാവർക്കും വിന്യൂസ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ട്രാക്ക് ചെയ്തിരിക്കുന്ന സാറ്റലൈറ്റ് ജിസാറ്റ് 30 83 ഡിഗ്രി. ട്രാക്ക് ചെയ്തിരിക്കുന്ന ഡിഷ് 6 ഫീറ്റ് മോഡിഫൈ ചെയ്ത ഡിഷ്. പിന്നീട് ചെയ്തിരിക്കുന്നത് 6 ഫീറ്റിൻ്റെ മോഡിഫൈ ചെയ്യാത്ത ഡിഷ്. ഈ രണ്ട് ഡിഷിലും ഈ സാറ്റലൈറ്റിൽ കിട്ടുന്ന സിഗ്നല്, അതും ഒരു LNB സെയിം LNB ഉപയോഗിച്ചിട്ട് രണ്ട് ഡിഷിലും എത്ര സിഗ്നലിന് മാറ്റം ഉണ്ടെന്നുള്ളതാണ് ഈ വീഡിയോ കൂടി കാണിക്കുന്നത്. കൊടുത്തിരിക്കുന്ന LNB യൂണിവേഴ്സൽ 13K. 6 ഫീറ്റിൽ കിട്ടുന്ന സിഗ്നൽ ആദ്യം ചെക്ക് ചെയ്യാം. രണ്ടാമത് ഇതേ LNB ഉപയോഗിച്ചിട്ട് നമുക്ക് മോഡിഫൈ ചെയ്ത ഡിഷിൽ എത്ര ശതമാനം കിട്ടും എന്നുള്ളത് നോക്കാം. 83 ഡിഗ്രിയിൽ നമുക്ക് സിഗ്നൽ കുറവുള്ള TP ആണ് മനോരമയുടെ TP, കേരള വിഷൻ്റെ. ഈ രണ്ട് TP ആണ് സിഗ്നൽ കുറവുള്ളത്. ആ TP ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്യുന്ന മീറ്റർ സോളിഡിൻ്റെ 720 മോഡൽ നമ്പർ മീറ്ററിലാണ് ചെക്ക് ചെയ്യുന്നത്. മനോരമയുടെ TP 4114, ഹൊറിസോണ്ട് 8000, 58% കിട്ടുന്നുണ്ട് 6 ഫീറ്റ് ഡിഷിൽ. കേരള വിഷൻ്റെ TP 3925, 61% 6 ഫീറ്റ് ഡിഷിൽ കിട്ടുന്നത്. 6 ഫീറ്റിൽ ഈ രണ്ട് TPയുടെ കിട്ടുന്ന സിഗ്നൽ നിങ്ങൾ കണ്ടു. ഇനി ഈ LNB ഊരിയിട്ട് 6 ഫീറ്റിൻ്റെ മോഡിഫൈ ചെയ്ത ഡിഷിൽ കൊടുത്തിട്ട് അതിൽ കിട്ടുന്ന സിഗ്നൽ ചെക്ക് ചെയ്യാം. ആദ്യം LNB ഊരിയിട്ട് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് വെക്കാം. 6 അടി ഡിഷിൽ നിന്ന് LNB ഊരിയിട്ട് 6 അടി മോഡിഫൈ ചെയ്ത ഡിഷിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഡിഷ് ലേശം പുറകോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ തെങ്ങുണ്ട്. ആ തെങ്ങ് കാരണം അതിൻ്റെ മറവ്, തെങ്ങ് മാത്രമല്ല, അപ്പോൾ അതിൻ്റെ മറവ് കാരണം ലേശം ബാക്കോട്ട് വെച്ചിട്ടുണ്ട്. അതേ LNB തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 13K യൂണിവേഴ്സൽ LNB. മോഡിഫൈ ചെയ്ത ഡിഷിൽ കിട്ടുന്ന മാക്സിമം സിഗ്നൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ രണ്ട് TP ചെക്ക് ചെയ്ത് നോക്കാം. മനോരമയുടെ TP 63% മോഡിഫൈ ചെയ്ത ഡിഷിൽ കിട്ടുന്നുണ്ട്. കേരള വിഷൻ്റെ TP 65% മോഡിഫൈ ചെയ്ത ഡിഷിൽ കിട്ടുന്നത്. മോഡിഫൈ ചെയ്യാത്ത 6 ഫീറ്റ് ഡിഷും മോഡിഫൈ ചെയ്ത 6 ഡിഷും തമ്മിലുള്ള സിഗ്നലിൻ്റെ മാറ്റം 5% മനോരമയുടെ TPയുടെ മാറ്റം. കേരള വിഷൻ്റെ 4%. മോഡിഫൈ ചെയ്ത ഡിഷിലാണ് കൂടുതൽ സിഗ്നൽ കിട്ടുന്നത്. മോഡിഫൈ ചെയ്ത ഡിഷിൽ നിന്ന് കേബിള് ഡെയ്സിക്കുമ്മ കൊടുത്തിട്ട് റിസീവറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡെയ്സിക്ക് 1 കൊടുത്തിരിക്കുന്നത്. ഈ 1 കൊടുത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 1 ഓപ്ഷൻ റിസീവറിൽ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു സാധാരണ ജോയിൻ്റ് വെച്ച് കൊടുക്കുന്ന പോലെയാണ് 1 കൊടുത്തു കഴിഞ്ഞാൽ. 1 കൂടുതൽ LNBകൾ കൊടുത്താൽ 2, 3, 4 ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ കറക്റ്റ് നമ്മൾ ഏതൊക്കെ സാറ്റലൈറ്റ് ഏതൊക്കെ പോർട്ടിൽ കൊടുത്ത് അത് കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. അതേസമയത്ത് 1 മാത്രമാണ് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 1 നമ്പർ റിസീവറിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ട്യൂൺ ചെയ്യുന്ന റിസീവർ സോളിഡിൻ്റെ 8181. ഈ റിസീവറിൽ കിട്ടുന്ന സിഗ്നല്, മലയാളത്തിൻ്റെ TPൻ്റെ സിഗ്നല് എത്ര ശതമാനം കിട്ടുന്നുള്ളത് നിങ്ങൾ നോക്കുക. അതും കൂടി ട്യൂൺ ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട്.
റിസീവർ ട്യൂൺ ചെയ്തപ്പോൾ 270 ചാനലാണ് ട്യൂണായിട്ടുള്ളത്. കൂടുതൽ ചാനലുകൾ ഈ ഒരു സാറ്റലൈറ്റിൽ വന്നിട്ടുണ്ട്. മലയാള ചാനൽ കിട്ടുന്ന അതേപോലെ തന്നെ അത്രത്തോളം തമിഴ് ചാനലും കൂടി കിട്ടുന്ന ഒരു സാറ്റലൈറ്റാണ് 83 ഡിഗ്രി. നിങ്ങൾ ക്ലാമ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. സിഗ്നൽ നിങ്ങൾ കണ്ടല്ലോ, 6 ഫീറ്റിൽ കിട്ടുന്ന സിഗ്നലും 6 ഫീറ്റ് മോഡിഫൈ ചെയ്ത കിട്ടുന്ന സിഗ്നലും. അപ്പോൾ അത്രത്തോളം മാറ്റമുണ്ട്. സിഗ്നൽ കുറവാണ്. അതുകൊണ്ട് 8 ഫീറ്റോ 10 ഫീറ്റിലോ മോഡിഫൈ ഡിഷിലോ നിങ്ങൾ ക്ലാമ്പ് ചെയ്യുക. 6 ഫീറ്റിൽ ക്ലാമ്പ് ചെയ്യാതിരിക്കുക. സിഗ്നൽ കുറവായിരിക്കും, അതും 66-ൻ്റെ കൂടെ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.